അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ആ രാത്രി എങ്ങനെ വിളിപ്പിച്ചു എന്നറിയില്ല. രാവിലെ ആയാലും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ ആയിട്ടും പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് ഇല്ലാത്ത കാരണം ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുക ചെയ്തേ. നേരെ ഓഫീസിൽ പോയി 15 ദിവസത്തെ ലീവ് പറഞ്ഞു. ഫോണും കാര്യങ്ങളൊക്കെ തിരിച്ചേൽപ്പിച്ചു. ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് ഓഫീസിൽ പോയി വാങ്ങിച്ചു. അപ്പം തന്നെ രണ്ടുപേർക്കും ടിക്കറ്റ് എടുത്തു. നമ്മൾ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. നാട്ടിൽ വന്നിറങ്ങുമ്പോഴത്തെ സിറ്റുവേഷൻ പറയുന്നതിലധികമായിരുന്നു. കാരണം ഇന്ന് വരെ നമ്മളെപ്പോൾ വരികയാണെങ്കിലും നമ്മളെ കാത്ത് ചിരിച്ച് അപ്പയും അമ്മയും രണ്ടുപേരും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ നാട്ടിലെത്തിയപ്പോൾ അപ്പ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലായ കാരണം അമ്മ ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് അനാഥ പിള്ളേരെ പോലെയായി. നമ്മളതിനെ കൊണ്ടുവരാൻ വേണ്ടി ഏട്ടനും ഏട്ടത്തെയും ഡ്രൈവറേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ജോബിച്ചനെ കൊണ്ടുവരാൻ വേണ്ടി വരുമ്പോൾ ഞാനും അപ്പയും ജോബിച്ചനും കൂടി വരുമ്പോഴും ഞാൻ അവിടെ ഒരു കസാരയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ഇവർ രണ്ടുപേരും ആ റെയിലിൻ്റെ മുകളിൽ കൈവച്ച് ഇങ്ങനെ നിൽക്കും, മകനെ കാത്തിട്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം മകനെ കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് എത്ര നേരമായാലും, അരമണിക്കൂറായാലും 1 മണിക്കൂറായാലും, ചിലപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എങ്കിലും അവരിങ്ങനെ കാത്തു നിൽക്കും. ഞാൻ വരുന്ന സമയത്താണെങ്കിലും അവരെന്നെയും കാത്തു നിൽക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ജോലിയൊക്കെ കിട്ടി വെൽ സെറ്റിൽഡ് ആയിട്ട് നാട്ടിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയമുണ്ട്. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഫുൾ സെറ്റപ്പായിട്ട് കുറേ സ്വീറ്റ്സും കുറേ നട്ട്സും ഒക്കെ ആയിട്ട് കൈ നിറയെ സാധനങ്ങളായിട്ട് പോകണമെന്ന് വിചാരിച്ച ആ പോക്ക് ഇങ്ങനെ ഒരു പോക്കാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.